സോ ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ തുരുതുരാന്നുള്ള സെയിൽ ടൈം ആണിത്. ഈ ഒരു സെയിൽ ടൈമിൽ നിങ്ങൾ 1500 രൂപയ്ക്ക് ഒരു സ്മാർട്ട് വാച്ച് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ബോട്ട് സ്റ്റോം കോൾ 3 പ്ലസ് സ്മാർട്ട് വാച്ച് ആണ്. സോ ഇത്തരം ഒരു ബോക്സിംഗിലാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വന്നിട്ടുള്ളത്. ബോക്സ് പെട്ടെന്ന് നോക്കി അൺബോക്സ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ ഫസ്റ്റ് ലുക്ക് ആൻഡ് ഇംപ്രഷൻ. സോ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഡിസ്പ്ലേയിലാണ് നമ്മുടെ ഒരു സ്മാർട്ട് വാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഒരു സിലിക്കോൺ സ്ട്രാപ്പ് ഡിസൈനിലാണ്, അതായത് ഒരു റെഗുലർ സ്മാർട്ട് വാച്ചിന്റെ ഡിസൈനിലാണ് ഈ സ്മാർട്ട് വാച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എക്സ്ട്രാ ആയിട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഫംഗ്ഷണൽ ക്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തരുന്ന റൊട്ടേഷൻ ക്രൗൺ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് വാച്ചിന്റെ സ്മാർട്ട് ഉള്ള ഡിസ്പ്ലേ ചെക്ക് ചെയ്യുവാണെങ്കിൽ 1.96 ഇഞ്ചസിന്റെ HD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതും അത്യാവശ്യം നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 240x288 ആണ് റെസൊല്യൂഷൻ ആണ് ഈ ഡിസ്പ്ലേക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഷാർപ്പ് ആയിട്ടുള്ളതും അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ബോട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലാണ് ഈ ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നമുക്ക് സ്മാർട്ട് ആയിട്ട് കോൾ ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിന്റെ കോളിംഗ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നമുക്ക് ഡയലർ, ഫോൺ ബുക്ക്, കോൾ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് മൈക്രോഫോണും ഇൻബിൽഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സും അവൈലബിൾ ആണ്. ഇനി ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബ്ലൂടൂത്ത് കോളിംഗിലൂടെ ലഭിക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ റിസീവറിന് അത്യാവശ്യം നല്ലപോലെയാണ് കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്പീക്കറിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ കോളിംഗ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോളിംഗ് എക്സ്പീരിയൻസ് ഇതിന് ലഭിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് ഒരു സ്മാർട്ട് വാച്ചിന്റെ മറ്റൊരു മെയിൻ പ്രത്യേകതയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള നാവിഗേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു നാവിഗേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രീസെറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലേസസ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കൊടുത്തേക്കുന്ന സമയത്ത് നമ്മളത് ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്ലേസിലോട്ട് പോകേണ്ട വഴിയൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. എത്ര മീറ്റേഴ്സ് ഉണ്ട്, അതുപോലെ എത്ര ടേൺസ് ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ബോട്ടിന്റെ ക്രസ്റ്റ് പ്ലസ് OS ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്ലിക്കേഷനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ബോട്ടിന്റെ സ്മാർട്ട് വാച്ചിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഒരു ബോട്ടിന്റെ ആപ്ലിക്കേഷനകത്തായാലും നാവിഗേഷൻ ഫീച്ചേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് വാച്ചിന്റെ മറ്റ് ഫീച്ചേഴ്സും അതുപോലെ ഹെൽത്ത് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് SpO2 സെൻസർ, ഹാർട്ട് റേറ്റ് സെൻസർ, 700+ ആക്റ്റീവ് മോഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചിനകത്ത് IP67 സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എമർജൻസി SOS, ക്യാമറ കൺട്രോൾ, മ്യൂസിക് കൺട്രോൾ, ഇൻബിൽഡ് ആയിട്ടുള്ള ഗെയിംസ്, അതുപോലെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇൻബിൽഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് വരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു യൂസർ ആണ്, ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ വളരെ ലെസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ് ടു 7 days വരെ നമുക്ക് ഒരാഴ്ച വരെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 to 4 മാക്സിമം ഡേയ്സ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓവറോൾ ബാറ്ററി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ 0 to 100% ഏകദേശം 2 hours ബാറ്ററി ഫുൾ ചാർജ് ആവുന്നതാണ്. സോ ഫൈനലായിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്നും, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്നൊക്കെ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ കറന്റ് നോക്കുവാണെങ്കിൽ 1100 രൂപയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. 1200 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണിത്. സോ ബോട്ടിന്റെ സ്റ്റോം കോൾ 3 എന്ന സ്മാർട്ട് വാച്ചിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വെർഷൻ ആണ് ബോട്ടിന്റെ സ്റ്റോം കോൾ 3 പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് വാച്ച്. സോ അതൊക്കെയാണ് നമ്മുടെ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. സോ ഇതിന് വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.